ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അതൊരു വലിയ തൗഫീഖാണ്. എത്രയോ റബീഉൽ അവ്വലുകളിൽ പങ്കെടുക്കാനും തങ്ങളെ മദ്ഹിന്റെ മജ്ലിസുകളിൽ ഇരിക്കാനെങ്കിലും ചൊല്ലാനും പറയാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ മാസവും അതുപോലെ മുത്തുനബിൻ്റെ മദ്ഹുകൾ ചൊല്ലാനും ഉൾക്കൊള്ളാനും മുത്തുനബിയെ അതിലൂടെ ദർശിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. വളരെ വലിയ നിർബന്ധത്തിന് വഴിപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ചെയ്യുന്നത്. മൗലിദ് അത് അൽഹംദുലില്ലാഹ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മജ്ലിസാണ്. പക്ഷേ അതിൻ്റെ വിശദീകരണമോ അത്തരം കാര്യങ്ങളിലൊന്നും ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാലമാണ്. വളരെ ചുരുങ്ങിയ ആളുകളാണ് നമ്മുടെ സദസ്സിലുള്ളത്. മജ്ലിസുകൾ എത്രയുണ്ടെങ്കിലും അതിൽ മുത്തുനബിൻ്റെ മജ്ലിസിൻ്റെ സ്ഥാനമുള്ള മജ്ലിസ് വേറെ ഇല്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല മൗലൂദ് എന്നും പറയും. മൗലൂദ് എന്നും ഇതിന് പ്രയോഗമുണ്ട്. അത് മൗലിദ് പരിണമിച്ച് വന്നതല്ല മൗലൂദ്. രണ്ടും ഔദ്യോഗിക പേരുകൾ തന്നെയാണ്. മൗലൂദ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഷാർത്ഥം ജന്മത്തിലുള്ള കുട്ടി എന്നാണ്. പുതുതായി ജനിച്ച കുഞ്ഞ്, അതാണ് മൗലൂദ്. മൗലിദ് എന്നതിൻ്റെ ഭാഷാർത്ഥം ജന്മസ്ഥലം എന്നൊക്കെയാണ്. ഈ രണ്ടു വാക്കും ജന്മത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളത്. ഒരു മഹാന്റെയും നബിമാരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും അവരുടെ ശിശുപ്രായം മുതൽക്കാണ് അവരുടെ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത്. അന്നേലക്ക് മൗലൂദ് എന്ന് പറയാം. അവരുടെ ജന്മസ്ഥലം ജന്മകാലം മുതൽക്കാണ് ചരിത്രം തുടങ്ങുന്നത്. അന്നേലക്ക് മൗലിദ് എന്നും പറയാം. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായി പണ്ഡിതന്മാരുടെ നാവിൽ മൗലിദ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ പൊതുജനങ്ങൾ അധികവും പറയാറുള്ളത് മൗലൂദ് എന്നാണ്. അത് തെറ്റല്ല. അതും ചരിത്രവുമായി വലിയ ബന്ധമുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. മൗലിദ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ സാങ്കേതിക അർത്ഥങ്ങൾ അതിനുണ്ട്. നാം മൗലൂദ് കൊണ്ടും മൗലിദ് കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഒരു മഹാന്റെ ചരിത്രം പദ്യമായും ഗദ്യമായും അല്ലെങ്കിൽ പദ്യമായി അല്ലെങ്കിൽ ഗദ്യമായി ചൊല്ലുക, അത് സൽക്കർമ്മമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചൊല്ലുക. ഇതാണ് നമ്മൾ മൗലൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സൽക്കർമ്മമായതുകൊണ്ട് തന്നെ, സുന്നത്തായ അമലായതുകൊണ്ട് തന്നെ അത് നേർച്ചയാക്കാവുന്നതാണ്. സുന്നത്തായ അമല് മാത്രമേ നേർച്ചയാക്കാൻ പറ്റുകയുള്ളൂ. ഫർളായ അമല് നേർച്ചയാക്കാൻ പറ്റുകയില്ല. മുബാഹായ അനുവദിക്കപ്പെട്ട അമലുകളും നേർച്ചയാക്കാൻ പറ്റുകയില്ല. സുന്നത്തായ കർമ്മങ്ങൾ മാത്രമേ നേർച്ചയാക്കിയാൽ സ്വഹിയാകുകയുള്ളൂ. മൗലിദ്
ഇതിൻ്റെ തുടക്കം സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും മദീനയിൽ മജ്‌ലിസ് സംഘടിപ്പിച്ചത് ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അത്തൻവീർ എന്ന കിതാബിൽ ഹാഫിദ് ഇബ്നു ദഹിയ തങ്ങൾ ഉദ്ധരിക്കുന്നു. മലിക്കുൽ മുളഫർ രാജാവിൻ്റെ മൗലിദ് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരും ആലിമീങ്ങളും സൂഫിയാക്കളും തർക്കമില്ലാതെ പങ്കെടുത്ത പരിപാടിയാണ് മൗലിദ് ഷരീഫ് എന്ന് അവരുടെ മൗലിദിനെ സംബന്ധിച്ച് ഇബ്നു കതീറും മിർആത്തുസ് സമാൻ ഇബ്നു ജൗസിയും മറ്റു പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. 10-20ഓളം കിതാബുകളിൽ ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അതിനെ വലിയ ഒരു സൽക്കർമ്മമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആരും ഒരു തെറ്റായ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ആലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് ഇബ്നു കസീർ പറഞ്ഞ പ്രയോഗം കാന യഅമലുൽ മൗലിദ ഷരീഫ്, ഷരീഫായ മൗലിദ്, മഹത്തായ മൗലിദിനെ വലിയ ഒരു സംഭവമായി ചെയ്തിരുന്ന ആളായിരുന്നു. കാന മലിക്കൻ ആലിമൻ ആദിലൻ, നീതിമാനായ പണ്ഡിതനായ നല്ലൊരു രാജാവായിരുന്നു മുളഫർ രാജാവ് എന്നും കൂടെ ഈ പറയുന്ന കിതാബുകളിലൊക്കെ കാണാം. ഈ കിതാബുകളിൽ പറഞ്ഞതും ആ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചതും ഇഷ്ടംപോലെ കിതാബുകളിൽ കാണാം. ആരും അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല. മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലുകയും രാജാവടക്കം കൂടി റസൂലുള്ളാഹിന്റെ മദ്ഹിൽ ആകർഷകരായി അത് ലയിച്ച് മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലുന്നതെല്ലാം ചരിത്ര കിതാബുകളിൽ കാണാൻ കഴിയും. മക്കയിലും മദീനയിലും ലോക മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെ എല്ലാവരും അവിടങ്ങളിലും മൗലിദ് നടന്നു പോരുന്നത് മവാഹിബിലും അതുപോലെ തന്നെ സീറകളിൽ എല്ലാ സീറകളിലും ചരിത്ര കിതാബുകൾക്കാണ് സീറ എന്ന് പറയുന്നത്. അവകളിലെല്ലാം പറയുന്നുണ്ട്. മഹാനായ അമീറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ മൗലിദ് സംഘടിപ്പിക്കുകയും അവിടത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൗലിദിലേക്ക് പോവുകയും കൂടെ ഉള്ള സ്വഹാബി പറയുകയാണ്, തങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അമീറുൽ അൻസാരി മുത്തുനബിന്റെ ജന്മദിനത്തെ പറ്റി പറയുകയാണ്. ഏതെങ്കിലും ഒരു ദിവസമല്ല, റബീഉൽ അവ്വൽ 12-നാണ് നടന്നത്. ഹാദല്ലവും ഈ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അമീറുൽ അൻസാരിയുടെ പ്രസംഗം മുത്തുനബിന്റെ ജന്മത്തിലുണ്ടായ വലിയ ആശ്ചര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ആ പ്രസംഗത്തിൽ അതെല്ലാം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിനു വേണ്ടി ദുആ ചെയ്തതും ആ ഹദീസിൽ കാണാം. ആ സദസ്സിനു വേണ്ടി മാത്രമല്ല, ആ വഴിയെ തുടരുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടി അഥവാ മൗലിദ് നടത്തുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ പൊറുക്കല്ല തേടുമെന്നും അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയും ആ ഹദീസിൽ കാണാം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു ദഹിയ തങ്ങൾ അവിടുത്തെ അത്തൻവീർ എന്ന കിതാബിൽ, അത്തൻവീർ എന്ന പേരിൽ ഒരു കിതാബ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊരിക്കലും ഇബ്നു ദഹിയ തങ്ങളുടെ അത്തൻവീർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നോക്കി, അതിലിത് കാണുന്നില്ല. മഹാന്മാരെഴുതിയ അത്തൻവീറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഭാഗങ്ങൾ കാണുന്നില്ല. അതൊന്നുകിലെ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത് വേറെ ഏതോ അത്തൻവീർ എന്ന പേരിൽ തന്നെ ഇഷ്ടംപോലെ കിതാബുകളുണ്ട്. ഒരേ കിതാബിന്റെ പേര് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പേര് കേട്ടുകൊണ്ട് ഒരു ഇമാമിലേക്ക് ചേർത്തതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കിതാബുകളിൽ പറഞ്ഞത് തൻവീർ ഫിൽ മൗലിദിൻ നബിയിൽ ബഷീർ എന്നാണ്.
ഫി മൗലിദിൻ നബിയിൻ നദീരിൽ ബഷീർ, ഫി മൗലിദിൻ നബിയിൻ നദീരിൽ ബഷീർ, അങ്ങനെയുമുണ്ട്. എന്നല്ലാതെ കണ്ട് ഇപ്പോഴിറങ്ങുന്ന അത്തൻവീറിന്റെ പേര് അത്തൻവീർ ഫി സിറാജിൽ മുനീർ എന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ട് അത്തൻവീറായിട്ട് അത് മനസ്സിലാക്കണമെന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്തൻവീർ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് ഇമാമിയങ്ങൾ ഉദ്ധരിച്ച ഉദ്ധരണികൾ കാണുന്നില്ല. അതൊരു പക്ഷേ കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ കിതാബ് ഇതല്ല. ഇതൊരു പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. വിദാഴികൾ കൈയിട്ടുകൊണ്ട് ഇതിലെല്ലാം ആഘോഷിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളായ നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ അറിയൽ നിങ്ങളുടെ ഇസ്ലാമിന്റെ പേരിലുള്ള നിബന്ധനയാണ്. അറിയാതെ പോയിച്ചിട്ട് തർക്കടൊന്നുമില്ല, എങ്ങനെ ജീവിച്ചാലും തർക്കടൊന്നുമില്ല. ദീനിന്റെ കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ മൗലിദ് ഷരീഫ് നബിയുടെ കാലത്തെ ഉള്ളതാണ്, സ്വഹാബത്ത് നടത്തിയതാണ്. നബിന്റെ മദ്ഹ് ചൊല്ലലാണ് നാം മൗലിദ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അത് റബീഉൽ അവ്വലിലും അല്ലാത്ത കാലത്തും ചെയ്യാവുന്നതാണ്. അതിലിഷ്ടം പോലെ മൗലിദുകൾ അയിമ്മത്ത് രചിച്ചിട്ടുണ്ട്. മദ്ഹബിൽ അറിയപ്പെട്ട ഇമാമിയങ്ങൾ രചിച്ചിട്ടുണ്ട്. സൂഫിയാക്കളിൽ അറിയപ്പെട്ടവർ രചിച്ചിട്ടുണ്ട്. മഹാനായ ഷെയ്ഖുൽ അക്ബർ മുഹീദ്ദീൻ ഇബ്നു അറബി രചിച്ചിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി തങ്ങൾ രചിച്ചിട്ടുണ്ട്. പലരും രചിച്ചിട്ടുണ്ട്. 100-200 മൗലിദുകളൊന്നുമല്ല മുത്തുനബിന്റെ പേരിൽ രചിക്കപ്പെട്ടത്. വാള്യങ്ങളുള്ള മൗലിദുകളുണ്ട്. ഇപ്പോൾ അത്തൻവീർ തന്നെ വലിയ മൗലിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് വീണ സ്ഥലം, ആ ജനിച്ച സ്ഥലത്ത് മൗലിദ് നടക്കുമായിരുന്നു. അതിൽ വർഷങ്ങളോളം ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മൗലിദ് നടത്തുമായിരുന്നു. മുത്തുനബിന്റെ മദ്ഹ് പറയുമായിരുന്നു. അതിനായി അത്തഅരീഫ് എന്നൊരു ഗ്രന്ഥം തന്നെ അവർ രചിച്ചിട്ടുണ്ട്. അത് ഇവിടെയുണ്ട്. ആയിരങ്ങൾ പങ്കെടുത്ത സദസ്സിൽ 3 വർഷത്തോളം, 3-ലേറെ വർഷത്തോളം ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരിയുടെ നേതൃത്വത്തിൽ അത് നടന്നിട്ടുണ്ട്. മറ്റു പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും അവിടെ മൗലിദ് നടന്നിട്ടുണ്ട്. മൗലിദ് ഓതാൻ വേണ്ടി ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മൗലിദിന്റെ കിതാബ് രചിച്ചിട്ടുണ്ട്. ചെറുതും വലുതും രചിച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പണ്ഡിതന്മാരുടെ കയ്യിലെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ മൗലിദ് അതൊരു പുതിയ സംഭവം അല്ല. മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലാൻ ഒരുമിച്ച് കൂടുക സ്വഹാബത്തിന്റെ പരിപാടിയാണ്. താബിഈങ്ങളുടെ സ്വഭാവമാണ്, മഹാന്മാരുടെ സ്വഭാവമാണ്. അതിൽ ബഹുമാനപ്പെട്ട പാനായിക്കുളം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, വലിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പൊന്നാനി അവർ രചിച്ച മൗലിദാണ്. വളരെ പ്രസിദ്ധമായ മലബാറിന്റെ എല്ലാ ഭാഗത്തും എല്ലാവർക്കും കാണാതെ അറിയുന്ന മങ്കൂസ് മൗലിദ്. അത് ഇപ്പോൾ നെറ്റിലൊക്കെ പരിശോധിച്ചാൽ മഖ്ദൂമിൻ്റെതാണെന്ന് പറയപ്പെടുന്നു, ചൊല്ലപ്പെടുന്നു, കരുതപ്പെടുന്നു, തോന്നപ്പെടുന്നു, ഊഹിക്കപ്പെടുന്നു എന്നൊക്കെയാണ് കാണുക. വലിയ മഖ്ദൂമിൻ്റെതാണ്, ചെറിയ മഖ്ദൂമിൻ്റെതാണ് എന്നും കരുതപ്പെടുന്നു. അങ്ങനെ 100 കരുതലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പരമ്പര മഖ്ദൂമിയ പരമ്പരയാണ്. ഓക്കെ ഉസ്താദിന്റെ പരമ്പര, ഞങ്ങളുടെ ഉസ്താദുമാരാണ് അവർ. കരിങ്കപ്പാറ ഉസ്താദിന്റെ പരമ്പര, വരത്തൂർ ഉസ്താദിന്റെ പരമ്പര, റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പരമ്പര, ആ പരമ്പരയാണ്. ആ പരമ്പരയിലുള്ള മശായിഖ് പറയുന്നത് അവരുടെ ഉസ്താദായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചതാണെന്നാണ്. അത്രയും വലിയൊരു രേഖ വേറെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചാൽ പോലും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട പാനായിക്കുളം ഉസ്താദ്, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ചാലിയം പൂക്കോയ തങ്ങളുടെ വലിയുപ്പ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുഹ്ഫ കാണാതെ അറിയുന്ന ഒരു മഹാനായിരുന്നു അവർ. അവരുടെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്ക് പറയാൻ കഴിയുകയുള്ളൂ. അത്രയും വലിയ മഹാൻ ബഹുമാനപ്പെട്ടവർ AP ഉസ്താദിനോട് പറയുന്നു, മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ്. അത് മഖ്ദൂമിയ പരമ്പരയിലുള്ള ഒരു പണ്ഡിതനാണ് അവർ. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് വണ്ടൂര് മഹാനവറുകൾ പറയുന്നത് നുസ്രത്തിലും മറ്റും കാണാം.
മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ്. ഇങ്ങനെ പണ്ഡിതന്മാര് വിശ്വസ്തരായ ഉയർന്ന കനമുള്ള പണ്ഡിതന്മാരാൽ തർക്കമില്ലാതെ വന്നതാണ് മഖ്ദൂം തങ്ങൾ രചിച്ചതാണ് എന്ന കാര്യം. നാടിൽ കൂട്ടുബല ഇറങ്ങുന്നത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വസൂരി വന്നു വിട്ടിട്ടുണ്ട്, വബാവ് വന്നു വിട്ടിട്ടുണ്ട്. പല രോഗങ്ങളും നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആശുപത്രികളും ചികിത്സാ മേഖലകളും വളരുന്ന മുമ്പ് അന്നവർ അവലംബമാക്കിയിരുന്നത് മുത്തുനബിയെയും ഔലിയാക്കളെയുമായിരുന്നു. ഇന്നും അത് ആ അവലംബം നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ നാം മറന്നു എന്ന് മാത്രം. അതിനുവേണ്ടിയാണ് മൗലിദ് രചിച്ചതെന്നും ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹ് ഉസ്താദ് പറയുന്നുണ്ട്. അങ്ങനെ രചിക്കുകയും അതിന്റെ മൗലിദിന്റെ ദുആ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ എഴുതുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മങ്കൂസ് മൗലിദിന്റെ ദുആ ഇബ്നു ഹജർ അൽ ഹൈതമി എഴുതിയതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മൗലിദ് വളരെ ബർക്കത്താക്കപ്പെട്ട മൗലിദാണ്. മൗലിദ് എന്നല്ല, രചനകൾക്കും ഗാനങ്ങൾക്കും പാട്ടുകൾക്കുമൊക്കെ രണ്ട് മുഖമുണ്ട്. ഒന്ന് ആത്മീയ മുഖം, ഒന്ന് ബാഹ്യമായ മുഖം. ബാഹ്യമായ മുഖം നന്നായതുകൊണ്ട് മാത്രമായില്ല. ആത്മീയ മുഖമുണ്ടെങ്കിലേ ആ മൗലിദിനും ആ ഗ്രന്ഥത്തിനും ആ പ്രസംഗത്തിനും ജീവനുള്ള പ്രസംഗത്തിനെ മനസ്സിൽ തട്ടാൻ കഴിയുകയുള്ളൂ. ജീവനുള്ള ഗ്രന്ഥത്തിനെ സമൂഹത്തെ സത്യത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ജീവനുള്ള മദ്ഹുകൾക്ക് വേണ്ട പോലെ മദ്ഹിന്റെ ഫലം ലഭിക്കുകയുള്ളൂ. ആ ജീവനുള്ള മൗലിദാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദ്. അത് ഇതര മൗലിദുകളെ പോലെയല്ല, വളരെ ആത്മീയമായ പ്രകാശമുള്ള മൗലിദാണത്. അത് ഹൃദയത്തിൽ കടന്നാൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാനൗലി പാപ്പാനെ കേൾക്കാത്തവരുണ്ടാവുകയില്ല. കറാമത്തുകളുടെ ലോകമായ ആ വലിയ മഹാൻ എന്തൊരു വിഷയത്തിനും നേർച്ചയാക്കാൻ പറഞ്ഞിരുന്നത് മങ്കൂസ് മൗലിദാണ്. എത്രത്തോളം എന്നാൽ ആ സാസിൽ പങ്കെടുത്ത അടിമക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരൊറ്റ മജ്‌ലിസിൽ 500 മങ്കൂസ് മൗലിദ് ഓതാൻ നേർച്ചയാക്കി, 50 മങ്കൂസ് മൗലിദ് ഓതാൻ നേർച്ചയാക്കണം, അല്ലെങ്കിൽ 100 മങ്കൂസ് മൗലിദ് ഓതാൻ നേർച്ചയാക്കണം. ഇങ്ങനെയായിരുന്നു അമ്പംകുന്ന് പാപ്പ ചെയ്തിരുന്നത്. ഈ 500 മങ്കൂസ് മൗലിദിനെ എത്രയോ ആളുകളെ പങ്കെടുപ്പിക്കണം. എന്നിട്ട് എല്ലാവരും ഓതി അതിനെണ്ണം വെച്ച് അങ്ങനെ 500 ആക്കിക്കൊണ്ട് പോത്തിനെ അറുത്ത് ഭക്ഷണ വിതരണം ചെയ്ത് സദഖ ചെയ്ത് ആ വിഷയം പൂർത്തിയാകാതിരിക്കുകയില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. 500 മങ്കൂസ് മൗലിദ് ഓതാൻ 50 മൗലിയമാരെ വിളിച്ചിട്ട് ആയിരുന്നു എന്നോട് സംസാരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, വളരെ പ്രകാശപൂരിതമായ ആത്മീയമായ വളർച്ചയുള്ള അക്ഷരങ്ങൾ, ജീവനുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ്. ആ സ്ഥാനത്തെത്തുന്ന ഒരു മൗലിദ് മലബാറിൽ കാണാൻ കഴിയുകയില്ല. അത് ഏറ്റവും ചെറിയ മജ്‌ലിസിലും വലിയ മജ്‌ലിസിലും ഏത് സാഹിത്യവാന്റെ മുന്നിലും ധൈര്യത്തിൽ കാണിക്കാൻ പറ്റിയ മൗലിദാണ്. അതിന് മങ്കൂസ് എന്നും പറയും, മങ്കൂസ് എന്നും പറയും. മീമ്, നൂന്, കാഫ്, വാവ്, സീന്, മൻകൂസ് എന്നാണ് ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അഥവാ പൊന്നാനി മഖ്ദൂം തങ്ങളുടെ പേരമക്കളിൽപ്പെട്ട ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എഴുതിയ പരിഭാഷയുടെ പേര് തന്നെ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ എന്നാണ്. എന്നാൽ മങ്കൂസ് എന്ന് കാഫ് കൊണ്ടാണ്, സ്വാദ് കൊണ്ടുമാണ് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് സദഖത്തുല്ലാഹ് ഉസ്താദ് പറയുന്നത്, നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറയുന്നത്, മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ വിശാലമായ മൗലിദായ, സാഹിത്യ സമ്പുഷ്ടമായ മൗലിദായ സുബ്ഹാന മൗലിദിന്റെ ചുരുക്കമായതുകൊണ്ടാണ് അതിന് മങ്കൂസ് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലുള്ള പദം പറഞ്ഞത് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
സുബ്ഹാന മൗലിദ് ഗസാലി ഇമാമിൻ്റെതാണെന്നതാണ് പ്രബല അഭിപ്രായം. മറ്റു വലിയ രണ്ട് പണ്ഡിതന്മാരിലേക്ക് അത് ചേർക്കപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും സുബ്ഹാന മൗലിദിലെ ഇന്ന ബൈത്തൻ എന്ന വരികളും അഹ്യാ റബ്ബി എന്ന വരികളുമെല്ലാം ഈ മങ്കൂസ് മൗലിദിലും ഉണ്ടായതുകൊണ്ടും മറ്റു പല അലി മുഹമ്മദ് ബിനി മുഹമ്മദി എന്ന് ഗസാലി ഇമാമിന്റെ പേരായിട്ട് പ്രസിദ്ധമാണത്. മുഹമ്മദ് ബിൻ മുഹമ്മദ് ഗസാലി എന്നാണ് അവരുടെ പേര്. അതൊക്കെ വെച്ചുകൊണ്ടും ഉസ്താദുമാരെന്ന തിരുനാവിൽ നിന്ന് കേട്ടതുകൊണ്ടുമാണ് സദഖത്തുള്ള ഉസ്താദ് അങ്ങനെ പറയാനുള്ള കാരണം. എന്നാൽ ഏതിൽ നിന്ന് ചുരുക്കപ്പെട്ടതായിരുന്നാലും അതിന്റെ പേര് മങ്കൂസ് എന്നല്ല, മങ്കൂസ് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അതാണ് ഏറ്റവും സാഹിത്യമായി നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ടൈമിൽ പല വലിയ സംഭവങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. മക്കയിൽ മാത്രമല്ല, ലോകത്തും പല രാഷ്ട്രങ്ങളിലും നടന്നിട്ടുണ്ട്. ആ ടൈമിൽ ലോകത്തുള്ള എല്ലാ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സാധനങ്ങളും തലകീഴായി വീണിട്ടുണ്ട്. എല്ലാ ആരാധിക്കപ്പെടുന്ന സാധനങ്ങളും തലകുത്തനെ വീണിട്ടുണ്ട്. ആ സംഭവമാണ് മങ്കൂസ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സൂറകളുടെ പേരുകൾ പരിശോധിച്ചാൽ ആ പേരും സൂറയും തമ്മിൽ വലിയ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ ബഖറ ഒരു ഉദാഹരണമായി പറയാം. ആ സൂറയിലെ ഏറ്റവും വലിയ സംഭവമായി ഒരു മനുഷ്യ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന സംഭവമാണ് ബഖറയുടെ സംഭവം. ആ പേരാണ് ആ സൂറക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഇത് എല്ലാ സൂറത്തുകളുടെയും പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ, ചിന്തിച്ചാൽ വല്ലാതെ സൂറത്തുമായി ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. എന്ന പോലെ മുത്ത് റസൂലുള്ളാഹിന്റെ ജന്മത്തോട് ബന്ധപ്പെട്ട് ലോകം ഒന്നായി അറിഞ്ഞ സംഭവം ബിംബങ്ങളെല്ലാം തലകീഴായി വീണു എന്നതാണ്. ആ സംഭവത്തെ കുറിക്കുന്ന വാക്കാണ് വകാനത്ത് അസ്നാമുദ് ദുനിയ മങ്കൂസ എന്ന് പറയുന്ന വാക്ക്. അത് മൗലിദിലെ ഒരു വേർഡാണ്, ഒരു വാക്കാണ്. ആ വാക്ക് കടമെടുത്തുകൊണ്ട് കിതാബിന് പേരിടുന്നത് വലിയ ബുദ്ധിയും വലിയ ആശ്ചര്യവുമാണ്. മൗലിദിന്റെ ആകത്തുക തൗഹീദിന്റെ ഏക ആശയമായ, തൗഹീദിന്റെ പ്രധാന ആശയമായ ഭാഗം എടുത്തുകൊണ്ട് മൗലിദിന് പേരിട്ടത് വലിയ സാഹിത്യമാണ്. അത് ഖുർആന്റെ ശൈലിയാണ്. അപ്പോൾ മങ്കൂസ് എന്നതിന്റെ മങ്കൂസ് എന്ന പദത്തിനിക്ക് സ്ഥാനമില്ല എന്നതാണ് ശരി. പക്ഷെ നമുക്ക് രണ്ടുപേരും പറയാം. നമ്മുടെ നാട്ടിൽ പ്രസിദ്ധമായത് മങ്കൂസ് എന്നാണ്. ഏതായിരുന്നാലും മൗലിദ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ നടന്നു പോരുന്ന ഒന്നാണ്. വ്യത്യസ്തമായ ഭാവങ്ങളും ശൈലികളും അതിനെല്ലാം വന്നെങ്കിൽ ഈ പള്ളി പോലെയല്ല നബി തങ്ങളുടെ പള്ളിയുള്ളത്. അതുപോലെ തന്നെ ഈ നിസ്കാരപ്പായ പോലെയല്ല നബി തങ്ങളുടെ കാലത്തുള്ള നിസ്കാരപ്പായ. അതുകൊണ്ടൊന്നും ഇത് തെറ്റാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് കാലോചിതമായി അനുവദിക്കപ്പെട്ട പുരോഗമനങ്ങൾക്ക് വിധേയമാകുന്നതിന് യാതൊരു തകരാറുമില്ല എന്ന് കർമ്മശാസ്ത്രം അറിയുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. നാം അതിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ, ഒരുത്തന്റെ പരിശുദ്ധതയെ ഞാൻ എടുത്തു പറയുന്നു. ആരാണ് ആ ഒരുത്തൻ? ഒരു അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ എടുത്തു പറയുന്നു. അതുല, അവൻ ഉദിപ്പിച്ചു ഫീ ഷഹരി റബീൽ അവ്വലി, റബീൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചു. അമർ നബിയിൽ ഹുദാ, ഹിദായത്ത് പകർന്ന, ഹിദായത്ത് ലോകത്തിന് ഹിദായത്ത് എത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ചന്ദ്രനെ ഈ ലോകത്ത് റബീൽ അവ്വലിൽ ഉദിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അങ്ങനെ ബിസ്മിയും സുബ്ഹാന കൊണ്ടാണ് മൗലിദിന്റെ തുടക്കം. ഒരു സ്റ്റേജിൽ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു സ്റ്റേജിൽ ഒരു മൗലവിയുടെ പ്രസംഗമാണ്. എന്താ പ്രസംഗം? മങ്കൂസ് മൗലിദ് ഒരിക്കലും സൈനുദ്ദീൻ മഖ്ദൂം രചിച്ചതല്ല. അതിന് അയാൾക്കുള്ള തെളിവെന്താണ്? മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്നില്ല.
ഹംദ് ചെയ്യാതെ ഒരു സൽക്കർമ്മം തുടങ്ങുകയില്ല. മഖ്ദൂം തങ്ങൾ പണ്ഡിതനാണ്, ആലിമാണ്. ഒരു ആലിമാണെങ്കിൽ ഹംദും സ്വലാത്തും സലാമും ചൊല്ലാതെ തുടങ്ങുകയില്ല. അതുകൊണ്ട് തന്നെ മഖ്ദൂം തങ്ങൾ രചിച്ചതല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ ഹംദില്ല എന്നത് എന്ന് ആ മനുഷ്യൻ എന്തോ പറ്റിപ്പോയത് കൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ നേരെ കേട്ടതാണ്, കാസറ്റിൽ കേട്ടതൊന്നുമല്ല. ആ വഹാബി നേതാക്കന്മാരിൽ അത് ഉയർന്ന പണ്ഡിതനാണ് അയാൾ, അവരിലൊരു ഉയർന്ന ആളാണ്. സഹോദരന്മാരെ, ഇത് വലിയൊരു അബദ്ധമാണ്. ഒന്നാമത്തത് ഹംദും സലാത്തും നാവ് കൊണ്ട് ചൊല്ലി തീർത്താൽ മതി. സഹീൽ ബുഖാരി എന്നുള്ളത് ഇമാം ബുഖാരിയുടേതാണെന്നതിൽ ഒരു തർക്കവും മുസ്ലിം ലോകത്തിനില്ല, ഇജ്മാഅാണ്. അതിന് തുടക്കത്തിൽ ബിസ്മിയില്ല, തുടക്കത്തിൽ ഹംദില്ല എന്നതുകൊണ്ട് അത് ഇമാം ബുഖാരിയുടേതല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബിസ്മി ഹംദും ചൊല്ലിയാൽ തന്നെ മതിയാകുന്നതാണ്. എഴുതൽ അതും സുന്നത്താണ്. അത് എഴുതാതിരിക്കാനുള്ള കാരണം എന്തെന്നും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹംദും സ്വലാത്തും ഇല്ല എന്ന് വെച്ചിട്ട്. എന്നാൽ ഇത് ഹംദാണ്. ഇത് ആ മൗലവിക്ക് അറിയാതെ പോയി. മങ്കൂസ് മൗലിദിൽ ഹംദില്ല എങ്കിൽ തന്നെ മങ്കൂസ് മൗലിദിനെ താഴ്ത്തുന്നതിന് അർത്ഥമില്ല. ഇനി അതോടുകൂടെ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലുള്ള ഹംദാണ്. ഹംദിന്റെ കൂട്ടത്തിൽ വലിയ ഒരു ശൈലിയാണ് സുബ്ഹാൻ എന്നുള്ള ശൈലി. അല്ലാഹു എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി. ഇതാണ് പണ്ഡിതന്മാരെ അടങ്കലും പറഞ്ഞ നിർവചനം. അസ്സനാഉ ബിൽ ലിസാൻ, സംസാരത്തിലൂടെ പുകഴ്ത്തുക, അല്ലാഹുവിനെ പുകഴ്ത്തുക. സുബ്ഹാനല്ലദി അത്ലഅ എന്ന് പറയുന്നത് പുകഴ്ത്തലിന്റെ ഏറ്റവും ടോപ്പ് വാക്കാണ്. എല്ലാ അൽഹംദുലില്ലായേക്കാൾ അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള ഹംദാണ് സുബ്ഹാൻ എന്ന് പറയുന്ന വാക്ക്. ആശ്ചര്യത്തോടുകൂടെ പുകഴ്ത്തുമ്പോഴാണ് സുബ്ഹാൻ എന്ന പദം ഉപയോഗിക്കുക. വലിയ ആശ്ചര്യമല്ലേ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മവും ആ നബി തങ്ങളുടെ തുടക്കവും ആ നബി തങ്ങളുടെ വരവും ജന്മവും എല്ലാം ലോകത്ത് വലിയ ആശ്ചര്യമാണ്. ഏറ്റവും വലിയ ആയത്തുൽ കുബ്ര മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിഅമത്തുൽ ഉൽമ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വമൻ ഹുവ നിഅമത്തുൽ ആയത്തുൽ കുബ്ര ലിമുതബിരി വമൻ ഹുവ നിഅമത്തുൽ ഉൽമ ലിമുഗ്തനിമി. ലോകത്ത് ഏറ്റവും വലിയ ദൃഷ്ടാന്തം മുത്തുനബിയാണ്. സുബ്ഹാനല്ലാഹ്, നബിയെ സംബന്ധിച്ച് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ശരീരത്തിലെ ഒരു പുരികത്തെ പറ്റി മാത്രം സ്വഹാബത്ത് സംസാരിച്ചിട്ടുണ്ട്. കണ്ണിനെ പറ്റി മാത്രം സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ മൂക്കിനെ പറ്റി മാത്രം സംസാരിച്ചിട്ടുണ്ട്. ചുണ്ടിനെ പറ്റി മാത്രം സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ കവിളിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിലെ ഭാഗങ്ങളെ സംബന്ധിച്ച്, ബാഹ്യ ഭാഗങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്ത് പറയുന്നത് കണ്ടാൽ ലോകത്ത് ആ രൂപത്തിലൊരു മനുഷ്യനെ അല്ലാഹു പടച്ചിട്ടില്ല. മാവാലദത്ത് ഹവ്വാഉ മിൻ സുൽബി ആദമി വലാ ഫീ ദിനാനിൽ ഖുൽദി ഇദ്ലു കാഖറൂ. മാ വലദത്ത് ഹവ്വാ ബീവി ജന്മം നൽകിയിട്ടില്ല. മനുഷ്യന്റെ ഉമ്മ ഹവ്വാ മഹദിയാണല്ലോ. മനുഷ്യ ഉമ്മയാകുന്ന ഉമ്മുൽ ബശറാകുന്ന ഹവ്വാ ബീവി ജന്മം നൽകിയിട്ടില്ല. മിൻ സുൽബി ആദമി, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുവിൽ നിന്നായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ ജന്മം നൽകിയിട്ടില്ല. വലാ ഫീ ദിനാനിൽ ഖുൽദി, പിന്നെയുള്ളത് ഏറ്റവും ഭംഗിയുള്ളവരും ഏറ്റവും പ്രൗഢിയുള്ളവരും സ്വർഗത്തിലാണുള്ളത്, സ്വർഗത്തിലുമില്ല. മിഥിലു കാഖറൂ, തങ്ങളുടെ സ്ഥാനത്തെത്തുന്ന ഒരാള് സ്വർഗത്തിലുമില്ല, മനുഷ്യലോകത്തുമില്ല. ഇത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പിൽ നിന്ന് ചൊല്ലിയതാണ്.
ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മവും വലിയ ആശ്ചര്യമാണ്. റസൂലുള്ളാഹിന്റെ ജീവിതവും ആശ്ചര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട ഏത് കാര്യമുണ്ടോ അതൊക്കെ എടുത്തു നോക്കിയാലും വലിയ ആശ്ചര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ റബീഉൽ അവ്വലിൽ ജനിച്ചത് വലിയ ആശ്ചര്യമാണ്. അതിനു മുമ്പ് തന്നെ പഠിച്ചു വെച്ചിട്ട് അല്ലാഹു തആല ശരീരം കൊണ്ട് റബീഉൽ അവ്വലിൽ ജന്മം നൽകിപ്പിച്ച് അതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന ആ ചെറിയ കുഞ്ഞായ മുതൽക്ക് തന്നെ വലിയ സംഭവങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഉണ്ടായ ആ ജന്മത്തെ പോലെ ആശ്ചര്യമുള്ള ആശ്ചര്യം വേറെയില്ല. ഏറ്റവും വലിയ അജബ്, ഏറ്റവും വലിയൊരു മുഅ്മിനായ മനുഷ്യനുള്ള അജബ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ പറ്റി പറയുന്ന 2 വാക്കുകളാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ആ 2 വാക്കുകൾ വലിയ ആശ്ചര്യമുള്ളതാണ്. ശേഷമുള്ളതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വല്ലാതെ പരിശുദ്ധനാക്കിക്കൊണ്ടാണ് ആശ്ചര്യത്തെ മഹാന്മാർ അവതരിപ്പിക്കാറുള്ളത്, അല്ലാഹുവും അവതരിപ്പിക്കാറുള്ളത്. മിഅ്റാജ് വലിയ ആശ്ചര്യമാണ്. അത് അവതരിപ്പിച്ചപ്പോൾ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. ഈ ആശ്ചര്യമുള്ള സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോൾ സുബ്ഹാൻ, പരിശുദ്ധത, റബ്ബ് സുബ്ഹാനഹു വ തആല വല്ലാത്ത ആശ്ചര്യം ചെയ്തവൻ തന്നെയാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ മൗലിദ് തുടങ്ങുന്നത്. അത് അള്ളാഹുവിന്റെ പ്രശംസയാണ്. അള്ളാഹുവിന്റെ പ്രശംസയൊക്കെ ഹംദാണ്. അപ്പോൾ ഇത് ഹംദാണ്. ഈ ഹംദ് ചൊല്ലാതെ ഈ മൗലിദ് തുടങ്ങിയിട്ടില്ല. മൗലവിയുടെ തലയിൽ എന്തോ കുത്തി നിറച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്ന് മാത്രം. അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ തുടക്കത്തിൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഹംദിന്റെ പ്രയോഗം സുബ്ഹാൻ എന്നതാണെന്നതിൽ യാതൊരു സംശയവുമില്ല കാര്യം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക്. അപ്പോ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന വാക്കാണ് സുബ്ഹാനല്ലദീ. ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അവൻ വല്ലാത്ത പരിശുദ്ധൻ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? അവൻ ഉദിപ്പിച്ചു, അവൻ വെളിവാക്കി എന്നാണ് പറയേണ്ടത്. ആ സ്ഥാനത്ത് ഉദിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുളു ലോകത്തിനക്ക് പ്രകാശമായതുകൊണ്ട്, അതൊരു ചന്ദ്രൻ ഉദിച്ച പോലെ, സൂര്യൻ ഉദിച്ച പോലെ ആയതുകൊണ്ടാണ് അതിനെ ഉദിപ്പിച്ചു എന്ന് പറയേണ്ടത്. അല്ലാഹു തആല മുത്തുനബിയെ ജനിപ്പിച്ചു എന്നാണ് പറയേണ്ടത്. ജനിപ്പിച്ചു എന്നതിനേക്കാൾ ആലങ്കാരിക പ്രയോഗമാണ് ഉദിപ്പിച്ചു എന്നത്. ഉദയം എന്ന് പറയുന്നത് ഇരുളത്ത് വരുന്ന ഒരു സംഭവമാണ്, അത് അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാത്ത നേരത്ത് ഉദിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഉദിച്ചു എന്നുള്ള പ്രയോഗം പറയൽ, ഈ നക്ഷത്രം ഏത് നക്ഷത്രമായിരുന്നാലും ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇരുളത്താണ് അത് പ്രകടമാവുക. ആ ഇരുളിന് പ്രകാശമേകുന്ന രൂപത്തിൽ ലോകമാകെ ഇരുള് നടഞ്ഞ് 500ഓളം കൊല്ലം ഇരുളടഞ്ഞ് കിടന്നിരുന്ന ലോകത്തിനേക്ക് പ്രകാശം കൊടുക്കുന്ന രൂപത്തിൽ ആ ചന്ദ്രൻ ഉദിച്ച്, ആ ചന്ദ്രൻ അല്ലാഹു തആല നബിയാകുന്ന ആ ചന്ദ്രനെ ജന്മം ഈ ലോകത്തിലേക്ക് ജനിപ്പിച്ച ദിവസത്തിൽ, ആ ദിവസത്തിലെ ആ സംഭവത്തെ ഉദിപ്പിക്കുക എന്നല്ല പിന്നെ ഏതു പദമാണ് പറയുക? അതുകൊണ്ട് അതിൽ ആലങ്കാരികമായി ഉദിപ്പിച്ചു എന്ന് പറഞ്ഞതാണ്. ഖമറ നബിയിൽ ഹുദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഖമറിനെ, ചന്ദ്രനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദിപ്പിച്ചു. നാം ബദർ എന്ന് നബിയെ പറ്റി പറയാറുണ്ട്. അഷ്റഖൽ ബദറു അലൈന നാം പറയാറുണ്ട്. അതുപോലെ തന്നെ അന്ത ശംസുൻ അന്ത ബദറുൻ, തങ്ങൾ ശംസാണ്, സൂര്യനാണ്, ബദറാണെന്ന് പറയാറുണ്ട്. ആ പ്രയോഗം അറബിയിൽ വളരെ വ്യാപകമായ പ്രയോഗമാണ്. എന്നാൽ ഖമർ എന്നുള്ള പ്രയോഗം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. കാരണം ഖമർ ഉദിക്കുമ്പോൾ നമ്മളെ കാഴ്ചയിൽ പൂർണ്ണമായി കാണുകയില്ല. പൂർണ്ണമായി അതവിടെ ഉണ്ടെങ്കിലും പ്രകാശം എത്തിയ ഭാഗമേ, സൂര്യന്റെ പ്രകാശം കിട്ടിയ ഭാഗമേ ഇവിടേക്ക് പ്രകടമാവുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാത്തത് കൊണ്ട്, തുടക്കമായതുകൊണ്ട് ഈ തുടക്കത്തിൽ ഏറ്റവും നല്ല പ്രയോഗം ഹിലാലെന്നും ഖമറെന്നുമാണ്. അതുകൊണ്ടാണ് ഖമർ എന്നുള്ള പ്രയോഗം
പ്രയോഗത്തെ കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അത് പൂർണ്ണമാണെങ്കിലും പൂർണ്ണമായി പ്രകടമാകുന്നത് 40 വയസ്സ് പൂർത്തിയായതിന് ശേഷമാണ്. അതിനു മുമ്പ് തന്നെ പ്രകാശമാണ്, അത് വേറെ കാര്യം. പക്ഷേ സമൂഹത്തിൽ ആ സമൂഹത്തിനെ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും ധർമ്മത്തിലേക്കും ക്ഷണിക്കുന്നത് 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴാണ് അതിന്റെ പൂർണ്ണത വ്യക്തമാകുന്നത്. പൂർണ്ണമായി ജനിച്ചവരാണ്, എല്ലാ നിലക്കും പൂർണ്ണരാണ്, എല്ലാ നിലക്കും പൂർണ്ണരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന്റെ ദായിറയിൽ നിന്ന്, അതിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നാണ് ഈ പണ്ഡിത മതം. ഏതെങ്കിലും ഒരു കുറവ് റസൂലുള്ളാഹിക്കുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. അതിൽ തർക്കമില്ല പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു കാര്യങ്ങളോട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വിശ്വസിക്കുന്നവൻ അവൻ മുസ്ലിമല്ല, അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്, അവൻ കാഫിറാണ്. ഞാൻ പറഞ്ഞതല്ല, ഇമാമിങ്ങൾ ഒന്നടങ്കം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തുന്ന വാക്കുകൾ നബിയെ കുറവാക്കുന്ന വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തുന്ന വാക്കുകൾ നബിയെ കുറവാക്കുന്ന വാക്കുകളാണ്. നബി തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പറയുന്നത് നബിയെ കുറവാക്കുന്ന വാക്കുകളാണ്. നബി തങ്ങൾ അബദ്ധം വന്നുപോയി അല്ലെങ്കിൽ നബി തങ്ങളെ ചെയ്തത് ശരിയായില്ല എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയെങ്കിൽ ആ തോന്നിയത് പെട്ടെന്ന് തോന്നിയത് പോയത് പിശാചിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് അപ്പോൾ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് നാം അതിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ നമ്മളിൽ കുഫ്രിയത്ത് വന്നു പോകും. ശ്രദ്ധിക്കണം. കാലം പലതും വിളിച്ചു പറയുന്ന കാലമാണ്. ചുറ്റുഭാഗത്തും മുത്തുനബിക്കും ദീനിനും സത്യത്തിനും ധർമ്മത്തിനും പ്രതികൂല സാഹചര്യങ്ങളാണുള്ളത് എന്ന് നമുക്ക് നാം മനസ്സിലാക്കണം. എല്ലാ കണ്ടതും കേട്ടതും മുഴുവനും എല്ലാം കേൾക്കാൻ തയ്യാറായി ഒരു വലിയ ശംസുൽ ഉലമയുടെ സ്റ്റേജ് ഇരിക്കുന്നവനെ പോലെ എല്ലാം കേൾക്കാൻ തയ്യാറാകുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ള പൊതുജനങ്ങൾ. എന്ത് കേൾക്കരുതെന്ന് ഉസ്താദും മറ്റും എപ്പോഴും ഇവിടുന്ന് പറയും, നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. പക്ഷേ ഒരൊറ്റ ആള് അത് ശ്രദ്ധിക്കയില്ല. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കൂ. കേൾക്കാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാൻ നിങ്ങളുടെ കയ്യിൽ അറിവില്ല. അതുകൊണ്ട് പൊതുജനങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്ന പരിപാടിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വലിയ നരകക്കുണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ സാധനം. ആ സാധനത്തിൽ നിന്ന് നിങ്ങൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നിങ്ങളെ ചെവി കൊടുക്കരുതേ എന്ന് നിങ്ങളോട് കനിവ് കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പക്ഷേ ആർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ഒഴിവുമില്ല. എന്താന്ന് കേട്ടി വെക്കാല് എന്തായാലും മറുപടി പറയണ്ടേ, മറുപടി പറയണ്ടേ. ശംസുലമായ മാതിരി അപ്പം വലിയ പണ്ഡിതനായ മാതിരി ബിസ്മിൽ അർത്ഥം വെക്കാനും എനിക്ക് കിട്ടൂല, അതിന് മറുപടി പറയാനും കിട്ടൂല. എന്നിട്ട് ഈമാൻ തെറ്റിയിട്ട് ഒരാഴ്ച 2 ആഴ്ച കാഫറായി നടക്കും. പിന്നെ കേൾക്കുമ്പോൾ വിശ്വാസം വരുമ്പോൾ മുഅ്മിനാവും, പിന്നെയും കാഫറാവും. നിങ്ങൾ പറഞ്ഞു നേരം വെളുക്കുമ്പോൾ മുഅ്മിൻ, വൈകുന്നേരം കാഫിർ. വൈകുന്നേരം മുസ്ലിം, നേരം വെളുക്കുമ്പോൾ കാഫിർ. രസത്തിന് വേണ്ടി അവൻ ദുനിയാവിന് വേണ്ടി ആഖിറത്തെ വിറ്റുകളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ആഖിർ സമാനിൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു മുത്തുനബി തങ്ങളുടെ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി ഉറപ്പിച്ചു തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.